സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അഭിമാനമുണ്ടാക്കിയ ഒരു ദിവസമാണിന്ന്. ഇന്ന് കാർഗിൽ വിജയ് ദിവസിൻ്റെ 26ാം വാർഷികമാണ്. ഇതേപോലെ ഒരു ദിനമാണ് നമ്മൾ ഈ കാർഗിൽ യുദ്ധത്തിൽ വിജയം വരിച്ചത്. വളരെ നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലുണ്ടായ ഈ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ മിലിറ്ററിയുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ വീരമൃത്യു വരിച്ച യുദ്ധം കൂടിയാണ്. ഒരു മലമുടിയിലിരുന്ന് താഴേക്ക് വെടിവെച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ വളരെ സാഹസികമായിട്ടാണ് നമ്മുടെ സൈന്യം ഇരച്ചു കയറിയതും അവസാനം കാർപ്പറ്റ് ബോംബിങ്ങിലൂടെ ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാൻ്റെ എല്ലാ നീക്കങ്ങളെയും തകർത്തെറിയുകയും അവരുടെ ഫുഡ് സപ്ലൈ ഉൾപ്പെടെ ഇന്ത്യൻ നേവി തകർത്തെറിഞ്ഞ് പാകിസ്ഥാനെ മുട്ടുമടക്കിയ അതേ കാർഗിൽ ദിനമാണിന്ന്. ഈ കാർഗിലിൽ നമ്മുടെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വീരമൃത്യു വരിച്ചു. ഏതാണ്ട് 527ഓളം ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച സംഭവമായിരുന്നു കാർഗിൽ. ശരിക്കും കാർഗിൽ പാകിസ്ഥാൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. പുതിയ ഇന്ത്യ എത്രമാത്രം കരുത്തുണ്ട് എന്നറിയാതെ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ച പാകിസ്ഥാൻ അവസാനം തോറ്റു തുന്നം പാടി എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ നെറുകയിൽ പാകിസ്ഥാൻ കാണിച്ച വിവരക്കേടും വൃത്തികേടും അവരുടെ ഒരു രാജ്യാന്തര തലത്തിൽ അവരുടെ പ്രസ്റ്റേജിന് തന്നെ അപകടമുണ്ടാക്കി. നമുക്കറിയാം, ഒരുപാട് ആളുകൾ വീരമൃത്യു മരിച്ചു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ആ കുടുംബത്തേക്ക് നമ്മൾ ആലോചിക്കുന്നു. അങ്ങനെ വീരമൃത്യു മരിച്ചുള്ള ഒരാളാണ് രാജസ്ഥാൻ സ്വദേശിയായിരുന്ന നായിക് ബൻവർ സിംഗ് റാത്തോഡ്. കാർഗിലിൽ വീരചരമം അടിയുമ്പോൾ ഈ റാത്തോഡിൻ്റെ പ്രായം 22 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ, അതായത് വീരമൃത്യു വരിച്ച ഈ ജവാൻ്റെ മകൻ തേജ്വീർ സിംഗ് റാത്തോഡ് ജനിച്ചിട്ട് വെറും 6 മാസം മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ തേജ്വീർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലായിരുന്നു. ഇന്നലെ ലഡാക്കിലെ ദ്രാസിൽ കാർഗിൽ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ബൻവറിൻ്റെ വിധവ വിനോദ് കൻവാർ എത്തിയിരുന്നു. ഏക മകൻ തേജ്വീർ എവിടെയെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. കൻവറിൻ്റെ റിപ്ലൈ ഇങ്ങനെയായിരുന്നു: തേജ്വീർ സൈന്യത്തിൽ ചേർന്നല്ലോ, ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ അവൻ പരിശീലനത്തിനാണ്. ഭർത്താവിൻ്റെ അകാല മരണം പോലും ഏക മകനെ സൈന്യത്തിൽ ചേരുന്നതിൽ നിന്ന് ആ വിധവയെ പിലക്കിയില്ല. രാഷ്ട്രത്തെ പറ്റിയാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. അമ്മ പറയുക പത്രപ്രവർത്തകരോട്, രാജ്യത്തിനായി രക്തസാക്ഷിയായ ഒരു അച്ഛൻ്റെ മകനാണവൻ. എനിക്കോ അവന് സ്വാർത്ഥതയോടെ പിന്തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല. അവൻ രാജ്യത്തെ സേവിക്കും. കൻവർ ആത്മധൈര്യത്തോടെ പറഞ്ഞു. രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് കൻവാറിൻ്റെ കുടുംബം. സൈനികരുടെ തളരാത്ത മനസ്സും രാജ്യത്തോടുള്ള അചഞ്ചലമായ കൂറും ത്യാഗവുമാണ് നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ തന്നെ കരുത്തോടെ നിലനിർത്തുന്നത്. കാർഗിൽ വിജയ് ദിവസിൽ ആ ത്യാഗത്തിനൊരു ബിഗ് സല്യൂട്ട്. നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ സൈന്യം ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും അത് ഓർമ്മിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണം മുഴുവൻ അവരുടെ കൈകളിലാണ്. അവരെ കാണുമ്പോൾ നമ്മളൊരു സല്യൂട്ട് നൽകേണ്ടി വരും. ഇന്ത്യൻ മിലിറ്ററിക്ക് ഒരിക്കൽ കൂടി സല്യൂട്ട്.